Hello students, welcome back to StudyB. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മൂവിംഗ് ഫോർവേഡ് ഫ്രം സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? നമുക്കറിയാം പണ്ട് ഈ ആദിമ മനുഷ്യന്മാർ അവർ ഈ സ്റ്റോൺസ് ഉപയോഗിച്ചിട്ടാണ് ടൂൾസും അവർക്ക് വേണ്ട വെപ്പൺസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് അവരെന്താണ് മെറ്റൽസ് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഡെവലപ്പായി തുടങ്ങിയത്. അപ്പോൾ പണ്ടത്തെ ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു ഫീച്ചേഴ്സും അന്നത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. Archaeologists divided human history into different stages on the basis of materials used for making tools. അതായത് ആർക്കിയോളജിസ്റ്റുകൾ, ഈ പുരാവസ്തു ഗവേഷകരെയാണ് ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർക്കിയോളജിസ്റ്റുകൾ ഹ്യൂമൻ ഹിസ്റ്ററിനെ പല സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ ബേസിലാണ്? അവർ എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ടൂൾസ് ഉണ്ടാക്കിയിരുന്നത് എന്നുള്ള ബേസിൽ ഈ ഹ്യൂമൻ ഹിസ്റ്ററിനെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റേജാണ് സ്റ്റോൺ ഏജ്. ഈ സ്റ്റോൺ ഏജിനെ തന്നെ പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നീട് വരുന്ന ഏജാണ് മെറ്റൽ ഏജ്. മെറ്റൽ ഏജിൽ എന്താണ്? ബ്രോൺസ് ഏജ്, അതുപോലെ അയൺ ഏജ്. ഇതാണ് മെറ്റൽ ഏജിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. ഇനി നമുക്ക് സ്റ്റോൺ ഏജിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഈ സ്റ്റോൺ ഏജ് ഫസ്റ്റ് ഫേസ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി. ഹ്യൂമൻ ഹിസ്റ്ററിയുടെ ഒന്നാമത്തെ കാലഘട്ടമാണ് ഈ ഒരു സ്റ്റോൺ ഏജ്. മനുഷ്യൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ കാലഘട്ടമാണ് അപ്പം സ്റ്റോൺ ഏജ്. ഹ്യൂമൻസ് യൂസ്ഡ് സ്റ്റോൺസ് ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ മനുഷ്യന്മാർ ഈ ഒരു കാലഘട്ടത്തിൽ സ്റ്റോൺസ് ആണ് വെപ്പൺസും അതുപോലെ ടൂൾസും ഒക്കെ മേക്ക് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത്. Based on the method used to make stone tools, the Stone Age is divided into Paleolithic, Mesolithic and Neolithic. എന്ത് മെത്തേഡ് വെച്ചിട്ടാണോ ഈ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കിയിരുന്നത് അതിൻ്റെ ബേസിൽ ഈ സ്റ്റോൺ ഏജിനെ പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് അന്നത്തെ ആളുകൾ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കിയിരുന്നത്. അപ്പം അതിൻ്റെ ബേസിൽ നമുക്ക് പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് ഇങ്ങനെ സ്റ്റോൺ ഏജിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് ഏജാണ് പാലിയോലിത്തിക് ഏജ്. ദ ടേം പാലിയോലിത്തിക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ടു ഗ്രീക്ക് വേർഡ്സ്, പാലിയോ ആൻഡ് ലിത്തോസ്. അതായത് ഈ പാലിയോലിത്തിക് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഗ്രീക്ക് വേർഡ്സ് ആയിട്ടുള്ള പാലിയോസ് അതുപോലെ ലിത്തോസ് എന്ന് പറയുന്ന രണ്ട് വേർഡ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തതാണ്. അപ്പോൾ പാലിയോ എന്ന് പറഞ്ഞാൽ ഓൾഡ് എന്നാണ് അർത്ഥം, ലിത്തോസ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് ഈ പാലിയോലിത്തിക് ഏജിനെ ഓൾഡ് സ്റ്റോൺ ഏജ് എന്നും പറയാം അല്ലേ. ദേ യൂസ്ഡ് റഫ് ഓർ അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. റഫായിട്ടുള്ള അല്ലെങ്കിൽ അൺപോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് അവരന്ന് യൂസ് ചെയ്തിരുന്നത്. സ്റ്റോൺ ഏജിൻ്റെ ഫസ്റ്റ് കാലഘട്ടമാണത് അല്ലേ. അപ്പം അവരത്ര എന്താ പറയുക ഷാർപ്പൻ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ റഫായിട്ടുള്ള അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതാണ് ആ പാലിയോലിത്തിക് ഏജിൻ്റെ ഫീച്ചർ. ദ മേക്കിംഗ് ഓഫ് സ്റ്റോൺ ടൂൾസ് വെർ റിലേറ്റഡ് ടു ദർ ലിവ്ലിഹുഡ്. അവർ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കിയിരുന്നത് അവരുടെ ഉപജീവന മാർഗവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അതായത് ചില ആളുകൾ ഹണ്ടിങ് കൊണ്ടായിരിക്കും അവർ ഉപജീവന മാർഗം നയിച്ചിരുന്നത്. അപ്പോൾ അവർ ആ ടൈപ്പ് സ്റ്റോൺ ടൂൾസ് ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതുപോലെ ചില ആളുകൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ടായിരിക്കും. അപ്പം അവർ ഫ്രൂട്ട്സൊക്കെ കളക്ട് ചെയ്യാനും അതുപോലെ അത് പൊട്ടിക്കാനൊക്കെ ഉള്ള ടൈപ്പ് ടൂൾസ് ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെ ഉപജീവന മാർഗം എന്താണോ ആ ടൈപ്പ് സ്റ്റോൺ ടൂൾസ് ആണ് അവരുണ്ടാക്കിയിരുന്നത്. There are three main stages in the use of tools. They are utilization, fashioning, standardization. അവർ ഈ ടൂൾസ് യൂസ് ചെയ്തിരുന്നത് 3 സ്റ്റേജ് ആയിട്ടാണ്.
ഒന്നാമത് യൂട്ടിലൈസേഷൻ. യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് യൂസിങ് ദ സ്റ്റോൺ വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഷേപ്പ്. അതായത് ഈ സ്റ്റോൺസിൻ്റെ കല്ലുകളുടെ ഷേപ്പ് മാറ്റാണ്ട് തന്നെ അതിനെ യൂസ് ചെയ്യുന്നതാണ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫാഷനിങ്, മെത്തേഡ് ഓഫ് യൂസിങ് സ്റ്റോൺസ് ബൈ ചേഞ്ചിങ് ദി ഷേപ്പ് അക്കോർഡിംഗ് ടു ദ നീഡ്. അതായത് ഈ സ്റ്റോൺസിൻ്റെ ഷേപ്പ് അവരുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റിയിട്ട് ഉപയോഗിക്കുന്നതിനാണ് ഫാഷനിങ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റാൻഡർഡൈസേഷൻ, അത് കുറച്ചും കൂടി ഒരു ഹൈ ലെവലാണ്. മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസ്. അതായത് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ടൈപ്പ് ടൂൾസ് ഉപയോഗിക്കാം. അപ്പം ഇങ്ങനെ 3 മെയിൻ സ്റ്റേജസ് ആണുള്ളത് ഈ യൂസ് ഓഫ് ടൂൾസിന്. അപ്പം അത് പഠിക്കാം. ദെൻ കോർ ആൻഡ് ഫ്ലേക്സ് എന്താ നമുക്ക് നോക്കാം. When a piece of stone is broken into 2 or more pieces, the smaller piece is flakes and larger piece is core. അതായത് ഒരു സ്റ്റോണ് 2 അതിലധികം കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോയാൽ അതിൽ സ്മോളർ പീസിനെ നമ്മൾ ഫ്ലേക്സ് എന്ന് പറയും, ലാർജർ പീസിനെ കോർ എന്നും പറയും. അപ്പോൾ ഈ ഫ്ലേക്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ടൂൾസിന് നമുക്ക് ഫ്ലേക്ക് ടൂൾസ് എന്ന് പറയും. അതുപോലെ കോർ കൊണ്ട് ഉണ്ടാക്കുന്ന ടൂൾസിന് നമ്മൾ കോർ ടൂൾസ് എന്നും പറയും. ഇനി പാലിയോലിത്തിക് ഏജിലെ ആളുകളുടെ ആർട്ടുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് സച്ച് ആസ് സിമ്പിൾ ഫ്ലോയിങ് ലൈൻസ്, curved images, sculptures were employed during the late Paleolithic period. അതായത് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ആയിട്ടുള്ള സിമ്പിൾ ഫ്ലോയിങ് ലൈൻസ്, വെറുതെ ഇങ്ങനെ വരയ്ക്കുന്ന വരകൾ, കാർവ്ഡ് ഇമേജസ് എന്ന് പറഞ്ഞാൽ ഈ കൊത്തി കൊത്തി ഉണ്ടാക്കുന്ന ഇമേജസ്, അതുപോലെ സ്കൾപ്ചേഴ്സ്, ശിലകൾ, ഇതൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ഇതൊക്കെ അന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ആയിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഇങ്ങനത്തെ ആർട്ട് ഫോംസ് ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ദെൻ ആർക്കിയോളജിസ്റ്റ് ആർ ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ദ depiction of animals in Lascaux and Chauvet cave, the curved figure of an animal and a woman in Cossack cave, Venus figurine in Zarask are related to rituals or beliefs. അതായത് ഷൗവറ്റ് അല്ലെങ്കിൽ അതുപോലെ ലാഷോ കേവിലുള്ള ആനിമൽസിൻ്റെ ഡെപ്പിക്ഷൻ, അതായത് അവരുടെ പെയിൻറ്റിങ്സ്, അതുപോലെ കുസാക്ക് കേവിലുള്ള ആനിമൽസിൻ്റെ അതുപോലെ വുമൻ്റെ ഒക്കെ കൊത്തുപണി ചെയ്തിട്ടുള്ള ഫിഗേഴ്സ്, അതുപോലെ സെറാസ്കിലുള്ള വീനസിൻ്റെ ഒരു ഫിഗറൈൻ എന്ന് പറഞ്ഞാൽ പ്രതിമകളെയാണ് ഫിഗറൈൻ എന്ന് പറയണത്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ആർക്കിയോളജിസ്റ്റുകളുടെ ഒപ്പീനിയനിൽ അത് അന്നത്തെ ആളുകളുടെ റിച്വൽസിനെയും ബിലീഫ്സിനെയാണ് കാണിക്കുന്നതെന്നാണ് പറയണത്. റിച്വൽസ് ആൻഡ് ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ ആചാരങ്ങളും വിശ്വാസങ്ങളെയാണ് പറയണത്. ഇപ്പം ആർക്കിയോളജിസ്റ്റുകളുടെ ഒപ്പീനിയനിൽ ഈ ഒരു ആനിമൽസിൻ്റെ പിക്ചറും അതുപോലെ വുമൻസിൻ്റെയും ആനിമൽസിൻ്റെ ഒക്കെ കൊത്തുപണികളും വീനസിൻ്റെ ശില്പവും ഒക്കെ അന്നത്തെ ആളുകളുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ് അവരെ ഒപ്പീനിയൻ. The carvings on bone found in La Garma cave in Spain are evidence of human artistic skills of that time. ഈ ലാഗർമ കേവിലുള്ള എല്ലുകളുടെ മുകളിൽ കൊത്തുപണികൾ ചെയ്തിട്ടുള്ള ആ ഒരു ടൈപ്പ് സംഭവം അന്നത്തെ ആളുകളുടെ ആർട്ടിസ്റ്റിക് സ്കില്ലിനെ തെളിയിക്കുന്നതാണ് എന്നുള്ളതൊരു കാര്യം പറയുന്നുണ്ട്. അതായത് എല്ലുകളിലൊക്കെ നമ്മൾ കൊത്തുപണി ചെയ്യാന്ന് പറയുമ്പം അത്രയ്ക്കും അവർ ആർട്ടിസ്റ്റിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി കേവ് പെയിൻറ്റിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേരിയസ് കളേഴ്സ് വർ യൂസ്ഡ്. കേവ് പെയിൻറ്റിങ്സ്, ഗുഹകളിൽ പെയിൻറ് ചെയ്യുന്നതിനാണ് കേവ് പെയിൻറ്റിങ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ഗുഹകളിലെ പെയിൻറ്റിങ്സ് പല കളർ വെച്ചിട്ട് അവർ ചെയ്തിരുന്നു. അപ്പോൾ കളേഴ്സ് were made of grinding plants, tree bark and fruits and mixing with red stone powder. അതായത് ഇവർ
ഈ കേവ് പെയിൻറ്റിങ്സിന് പല കളർ കൊണ്ട് പെയിൻറ് ചെയ്തിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവർ ഉണ്ടാക്കിയിരുന്നത്? അവർക്ക് ഇന്നത്തെ പോലെ പെയിൻറ്റുകൾ കിട്ടാനില്ല. അപ്പം അവർ പ്ലാന്റ്സിൻ്റെയും സസ്യങ്ങളുടെയും അതുപോലെ ട്രീ ബാർക്ക് എന്ന് പറയുമ്പോൾ മരത്തിൻ്റെ തൊലി, അപ്പോൾ മരത്തിൻ്റെ തൊലിയും അതുപോലെ ഫ്രൂട്ട്സും ഒക്കെ ഗ്രൈൻഡ് ചെയ്യാൻ അത് എന്താ പറയുക, അരച്ചെടുത്തിട്ട് അത് റെഡ് സ്റ്റോൺ പൗഡർ, ചുവന്ന ഒരു കല്ലിൻ്റെ പൗഡർ, അതുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇവർ പെയിൻറ് ചെയ്തിരുന്നത്. സച്ച് പെയിൻറ്റിങ്സ് ആർ drawn on the inner walls of caves where light could not reach. ഇതുപോലത്തെ പെയിൻറ്റിങ്സ്, ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തും ഈ ഒരു റെഡ് സ്റ്റോൺ പൗഡറിലൊക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്ത പെയിൻറ്റിങ്ങുകൾ അവർ ഈ കേവ്സിൻ്റെ ഗുഹകളുടെ ഉള്ളിലായിട്ടായിരുന്നു ചെയ്തിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടേക്ക് സൺലൈറ്റ് എത്തൂലല്ലോ, അപ്പോൾ ഇത് കളർ ചേഞ്ച് വരാനും സാധ്യത കുറവാണ്. The paintings can also be seen on the ceilings of caves. അപ്പോൾ ഈ പെയിൻറ്റിങ്സ് ഈ ഗുഹകളുടെ സീലിങ്ങുകളുടെ മുകൾ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. The stone carvings were made using stone needles and sharp-edged weapons. അതായത് ഷാർപ്പ് എഡ്ജ് ആയിട്ടുള്ള വെപ്പൺസും അതുപോലെ സ്റ്റോൺ നീഡിൽസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ സ്റ്റോൺ കേർവിങ്സ് അവർ ചെയ്തിരുന്നത്. അവർ കൊത്തുപണികളൊക്കെ ചെയ്തിരുന്നത് ഇത് വെച്ചിട്ടാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാലിയോലിത്തിക് ഏജിലെ ഹ്യൂമൻ ലൈഫിൻ്റെ ഫീച്ചേഴ്സാണ്. അന്നത്തെ ഹ്യൂമൻ ലൈഫിൻ്റെ പ്രത്യേകതകൾ. യൂസ്ഡ് റഫ് സ്റ്റോൺസ്. ഒന്നാമത്തെ പോയിൻ്റാണ്, അവർ റഫ് സ്റ്റോൺസ് ആണ് ഉപയോഗിച്ചിരുന്നത്. നല്ല പരിക്കനായിട്ടുള്ള കല്ലുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ലിവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസ്. അതുപോലെ അവർ ജീവിച്ചിരുന്നത് ഗുഹകളിലും അതുപോലെ ഓപ്പൺ സ്പേസിലുമായിരുന്നു. ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് were the means of livelihood. അതായത് വേട്ടയും അതുപോലെ ഈ ഫ്രൂട്ട്സൊക്കെ കളക്ട് ചെയ്തിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ഉപജീവന മാർഗം. ബാൻഡ്സ് were ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് അത് ബാൻഡ്സ് ആയിരുന്നു. അതായത് ഇപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്താണ്? ഫാമിലിയാണ്. അതുപോലെ അന്നത്തെ ആളുകളുടെ സൊസൈറ്റിയിലെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ബാൻഡ്സ് ആയിരുന്നു. മെൻ were engaged in hunting and women in gathering. ആണുങ്ങൾ ഹണ്ടിങ് വേട്ടയാടുകയും അതുപോലെ വിമൻ എന്തിനായിരുന്നു? ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഗ്യാദർ ചെയ്യുന്നതിലായിരുന്നു ഏർപ്പെട്ടിരുന്നത്. ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ്. അതായത് ഈ ഭക്ഷണം അവർ സ്റ്റോർ ചെയ്തിട്ടില്ലായിരുന്നു, അവർക്ക് അതിനുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ലായിരുന്നു. നൊമാഡിക് ലൈഫ് പ്രിവൈൽഡ്. നൊമാഡിക് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു നാടോടി ജീവിതം, അതായത് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാണ്ട് പല സ്ഥലങ്ങളിൽ പോയിട്ട് ജീവിക്കുക. അതായത് എവിടെയാണോ എത്തിപ്പെടുന്നത് അവിടുത്തെ ഗുഹയിൽ താമസിക്കുക, അങ്ങനെയാണ്. അതായത് സ്ഥിരമായിട്ടൊരു ഷെൽട്ടർ ഇല്ലാതെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഇനി ബാൻഡ്സ് എന്താണ്? ബാൻഡ്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഫ്യൂവർ ദാൻ 100 മെമ്പേഴ്സ്. അതായത് 100ൽ കുറവ് മാത്രം മെമ്പേഴ്സ് ഉള്ള ഒരു സ്മോൾ ഗ്രൂപ്പിനെയാണ് ബാൻഡ്സ് എന്ന് പറയുക. ദ മെമ്പേഴ്സ് were bound by blood relation. ഇതിലെ മെമ്പേഴ്സ് എല്ലാവരും എന്താ പറയുക, രക്തബന്ധം ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചൊരു പോയിന്റ് ആയിരുന്നു ബാൻഡ്സ് were ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. അന്നത്തെ ആളുകളുടെ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് ബാൻഡ്സ് ആയിരുന്നു. അപ്പോൾ ഈ ബാൻഡ്സിൽ 100 മെമ്പേഴ്സിൽ താഴെ ഉണ്ടാവുള്ളൂ. അതുപോലെ ആ മെമ്പേഴ്സൊക്കെ ബ്ലഡ് റിലേഷൻ ഉള്ള ആളുകളും ആയിരിക്കും. ഇനി പാലിയോലിത്തിക് സെൻറ്റേഴ്സ് ആണ് സെറായസ്ക്, അതുപോലെ ലാഷോ കേവ്, കുസാക് കേവ്, ലഗമ കേവ്, അതുപോലെ ഷോവെറ്റ് കേവ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പാലിയോലിത്തിക് ഏജ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ പാലിയോലിത്തിക് ഏജിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? അത് അവർ റഫ് സ്റ്റോൺ ടൂൾസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുപോലെ 3 സ്റ്റേജസ് ഓഫ് യൂസ് ഓഫ് ടൂൾസ് പഠിച്ചു. യൂട്ടിലൈസേഷൻ, ഫാഷനിങ്, സ്റ്റാൻഡർഡൈസേഷൻ. യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഷേപ്പ് ചേഞ്ച് ചെയ്യാണ്ട് സ്റ്റോൺസിനെ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഫാഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഈ
സ്റ്റോണിൻ്റെ ഷേപ്പൊക്കെ മാറ്റിയിട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ടൂൾസ് ഉപയോഗിക്കുന്നത്. ദെൻ അവരുടെ ആർട്ടുകളെ കുറിച്ച് പറഞ്ഞു, കൊത്തുപണികൾ, അതുപോലെ സ്കൾപ്ചേഴ്സ്, ശിലകൾ, അതുപോലെ പെയിൻറ്റിങ്സിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ പെയിൻറ്റിങ്സ് അവരെങ്ങനെയാണ് കളേഴ്സ് ഉണ്ടാക്കിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ ഹ്യൂമൻ ലൈഫ്, ഇത്ര കാര്യങ്ങൾ പാലിയോലിത്തിക് ഏജിൽ പഠിക്കാനുള്ളൂ. പിന്നെ എന്താണ് പാലിയോലിത്തിക് സെൻറ്റർ ഏതൊക്കെയാണ്, 5 പാലിയോലിത്തിക് സെൻറ്റർ പഠിച്ചു. ദെൻ ബാൻഡ് എന്താണെന്നുള്ളതും പഠിച്ചു. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹ്യൂമൻ ലൈഫ് ഇൻ പാലിയോലിത്തിക് ഏജ്, ആ പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെക്കണം. ഒരു 6 പോയിന്റെങ്കിലും പഠിച്ചു വെക്കണം. ദെൻ അവരുടെ ആർട്ടുകൾ എന്താണെന്നുള്ളതൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവണം. അപ്പം നമുക്ക് ഉണ്ടാക്കി എഴുതാവുന്നേ ഉള്ളൂ. ഈ ഒരു എന്തൊക്കെയാണ് എവിടേക്കാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പാലിയോലിത്തിക് ഏജിനെ കുറിച്ച് പഠിക്കാനുള്ളത്.